അപ്പോൾ എല്ലാവർക്കും ഹായ്. കാന്താര 2, കാന്താരയുടെ രണ്ടാം ഭാഗം എ ലെജൻഡ് ചാപ്റ്റർ 1 എന്നാണ് സിനിമയുടെ പേര്. ചാപ്റ്റർ 1 എന്ന പേരെങ്കിലും സിനിമയുടെ രണ്ടാം ഭാഗമാണ്. ഇതും അതുപോലെ തന്നെ ഋഷഭ് ഷെട്ടി ഐക്കണിക് ക്യാരക്ടറായി മാറിയ നാഷണൽ അവാർഡ് വരെ നേടിയ സിനിമയാണ് കാന്താര ഫസ്റ്റ്. കാന്താര ഫസ്റ്റിന്റെ ക്ലൈമാക്സ് ഒക്കെ വലിയ സംസാര വിഷയമാണ്, വലിയ സംഭവമാണ്, ഓക്കെ ആണ്. കാന്താര 1 എനിക്ക് പേഴ്സണലി അത്ര ഭയങ്കര ഒരു അഭിപ്രായമുള്ള ഒരു സിനിമയൊന്നുമല്ല. എനിക്കതിലെ ചില പെർട്ടിക്കുലർ സീൻസ് മാത്രമാണ് ഭയങ്കര ഇഷ്ടം. എസ്പെഷ്യലി ക്ലൈമാക്സ്. എല്ലാവരും പോലെ തന്നെ ഋഷഭ് ഷെട്ടിയുടെ പെർഫോമൻസ് ആയാലും ആ ക്ലൈമാക്സ് സീൻ ആയാലും അതുണ്ടാക്കുന്ന ഇമ്പാക്ട് ആയാലും എനിക്കത് ഭയങ്കര ഇഷ്ടം തന്നെയാണ്. ഇന്ത്യയിൽ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ കാന്താരയുടെ രണ്ടാം ഭാഗം വന്നിരിക്കുകയാണ്. ഇതിൽ ഋഷഭ് ഷെട്ടി തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. റിട്ടൺ ആൻഡ് ഡയറക്ടഡ് ബൈ ഋഷഭ് ഷെട്ടി. ഹോംബാലെ ഫിലിംസ് ആണ് പ്രൊഡക്ഷൻ. അപ്പോൾ എല്ലാം പഴയതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതില് ചാപ്റ്റർ 1 എന്നാണ് ഇതിന്റെ പേരെങ്കിലും സിനിമയുടെ രണ്ടാം ഭാഗം. അതിന്റെ ജസ്റ്റ് കണ്ടിന്യൂഷൻ തന്നെ ആയിട്ടാണ് കഥ വരുന്നത്. പിന്നെ അതിൽ ജസ്റ്റ് സാധാരണ മനുഷ്യരുടെ കഥ പറയുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മാറി നമുക്ക് ട്രെയിലറിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. മൊത്തത്തിൽ മറ്റൊരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി ആണ് പറയുന്നത്. അതിന്റെ ഉള്ളിലുള്ള ആ ഒരു കഥയാണ് പറയുന്നത്. ഇതിൽ ഈ രാജാവ്, രാജധാനി, കാട്ടുവാസികൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. നമ്മുടെ മോഡേൺ വേൾഡ് ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ സിനിമ മൊത്തത്തിൽ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം സിനിമയുടെ എനിക്ക് തോന്നിയ പോസിറ്റീവ് പറയാം. എനിക്ക് അതിന്റെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് തോന്നിയത് അതിന്റെ മേക്കിംഗ് ആണ്. മേക്കിംഗ് മീൻസ് അതിന്റെ ഒരു ആർട്ട് ഡയറക്ഷൻ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ആർട്ട് ഡയറക്ഷൻ, അതിന്റെ ആ ഒരു സെറ്റിങ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ആ ഒരു ഓരോ ഫ്രെയിമിനകത്തും അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഒരു വിഷ്വൽ സെറ്റപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഞെട്ടിപ്പോയി. അതിപ്പോ കാട്ടിലെ കാര്യങ്ങളായാലും ശരി, കൊട്ടാരത്തിലെ കാര്യങ്ങളായാലും ശരി, ഓരോ ഫ്രെയിമിന്റെ അകത്ത് നിൽക്കുന്നത് ഈവൻ ഹിന്ദി പടങ്ങളെ പോലും വെല്ലുന്ന രീതിയിലുള്ള ഗ്രാൻഡ് ലെവൽ സാധനമാണ്. പിന്നെ എന്താ പറയാൻ, ക്യാമറ വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ആ ഫിലിമിന്റെ ആ ഒരു ഗ്രേഡിങ്, കളറിന്റെ ആ ഒരു സെറ്റപ്പ്, കാടൊക്കെ കാണിക്കുമ്പോഴുള്ള ആ ഒരു എഫക്റ്റ് അത് ഭയങ്കരമാണ്. പിന്നെ അത് കഴിഞ്ഞ് കൊട്ടാരം, ഞാൻ പറഞ്ഞല്ലോ, എല്ലാം അങ്ങനെയാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, എന്നെ ഞെട്ടിച്ച സംഭവം VFX ആണ്. VFX പ്രത്യേകിച്ച് ഈ മൃഗങ്ങൾ ഒരുപാട് ആ സിനിമയ്ക്കകത്തുണ്ട്. മൃഗങ്ങളെ VFXിലൂടെ കാണിക്കുന്ന, അതിപ്പോ പന്നിയായാലും തേവാങ്ക് പോലത്തെ ഒരു സംഭവമായാലും പിന്നെ കുരങ്ങന്മാരായാലും കടുവ, ഇതെല്ലാം VFXിൽ കാണിക്കുന്നത്. എൻ്റെ ഇത്ര പെർഫെക്ഷനിൽ ഒരു ഇന്ത്യൻ സിനിമയിൽ മൃഗങ്ങളെ VFXിൽ കാണിച്ച് ഞാൻ കണ്ട ഓർമ്മയില്ല. എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. മാത്രമല്ല മൃഗങ്ങളുടെ നല്ല ഒരുപാട് ഇതുണ്ട്, മൃഗങ്ങളുടെ ഒരുപാട് സെറ്റപ്പ് ഉണ്ട്. അതെല്ലാം ഭയങ്കരമാണ് VFX. പിന്നെ തീയായാലും പോയാലും VFXിൽ എനിക്ക് യാതൊരു പരാതിയും പറയാനില്ല. അത്ര കിടിലമാണ്. തീയായാലും എന്തായാലും എനിക്ക് ഏറ്റവും പടത്തിൽ ഇഷ്ടപ്പെട്ടത് നമ്പർ 1 ഞാൻ കൊടുക്കുന്നത് VFX ആണ് കൊടുക്കുന്നത്. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ആർട്ട് വർക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് രണ്ടും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. മേക്കിങ്ങിൽ പടം ഒരു ഇഞ്ച് പോലും ഡൗൺ ആയിട്ടില്ല. അത് ക്യാമറയായാലും ശരി, മ്യൂസിക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അതിന്റെ പാട്ടുകളായാലും BGM ആയാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിലും ഒരു നെഗറ്റീവ് എനിക്ക് പറയാനുണ്ട്. എനിക്ക് കാന്താര ഫസ്റ്റിലെ പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ ഇതിലെ പാട്ടുകളും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ BGM ആയാലും നല്ല സീനുകളെ കൊഴുപ്പിക്കുന്ന ഒരു BGMന് നല്ല പവറുണ്ട്. ഇനി അത് ടെക്നിക്കൽ വശം, അതവിടെ നിൽക്കട്ടെ. ഇനി പടത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നാൽ കഥ, തിരക്കഥ, സംഭാഷണം വെറും ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് എന്നല്ല. ഋഷഭ് ഷെട്ടി എന്ന് പറയുന്ന വ്യക്തിക്ക് ആ ഒരു മേക്കിംഗ്, സിനിമ എടുത്തു വയ്ക്കാനുള്ള ഒരു കഴിവുണ്ട്. കിടിലമാണ്, സമ്മതിച്ചിരിക്കുന്നു. ഒരു പടി മുകളിൽ തന്നെയാണ്, ഒരു പടിയല്ല എത്രയോ പടി മുകളിൽ തന്നെയാണ് മേക്കിങ്ങിൽ. എന്നാൽ ഈ പറഞ്ഞ പോലെ റൈറ്റിംഗ് സെക്ഷൻ, കഥ, തിരക്കഥ, സംഭാഷണം, ഈ 3 കാര്യത്തിലും പുള്ളിക്കാരൻ വളരെ വീക്കായിട്ട് തന്നെ എനിക്കിപ്പോഴും തോന്നുന്നത്. നമുക്കൊരിക്കലും അതിന്റെ ഒരു കഥ ഫോളോ ചെയ്ത് വരാനോ അതിന്റെ അതിന്റെ പടത്തിനോടൊപ്പം നമുക്ക് ഇങ്ങനെ ഫ്ലോയിൽ ഇങ്ങനെ വരാനുള്ള ഒരു പവർ കിട്ടിയിട്ടില്ല. പല ഭാഗത്തും എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് എന്ന് തോന്നിപ്പോവും. ഇത് നേരത്തെ എന്താ കാണിച്ചത്, അതും ഇതുമായി എന്താ ബന്ധം എന്നൊക്കെ തോന്നിപ്പോവും. പക്ഷെ ഇതെല്ലാം മറക്കുന്ന രീതിയിലാണ് പുള്ളിക്കാരന്റെ മേക്കിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇത് ഒരുവിധപ്പെട്ട ആളുകളെല്ലാം അങ്ങ് ഞെട്ടിക്കളയും. എസ്പെഷ്യലി ക്ലൈമാക്സ് കഴിഞ്ഞ് സിനിമ കണ്ട് ഇറങ്ങി വരുന്നവരത്തൻ കൈയടിച്ചിട്ടേ വരുള്ളൂ. സാധാരണ ഈ സിനിമയൊക്കെ തുടങ്ങുമ്പോൾ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ ടൈറ്റിലൊക്കെ എടുക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ക്ലൈമാക്സ് സീനിൽ ഉൾപ്പെടെ ഫോട്ടോസ് എടുക്കുന്നത് ഞാൻ ഇപ്പോഴാണ് കണ്ടത്. ക്ലൈമാക്സിലുള്ള ഇദ്ദേഹത്തിന്റെ ചില സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഫോട്ടോയിൽ ആളുകൾ എടുക്കുന്നതൊക്കെ കണ്ടു. പിന്നെ വിസിലടിയൊക്കെ ഉണ്ടായിരുന്നു ക്ലൈമാക്സിലൊക്കെ. ആളുകൾക്ക് മൊത്തത്തിൽ അങ്ങ് ഇഷ്ടപ്പെട്ടു. സംഭവം ശരിയാണ്. പക്ഷെ നമ്മൾ കുറച്ച് ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നാൽ, വലിയ പടമാണ്, ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാം, കുഴപ്പമില്ല. ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നാൽ സംഗതി ഒന്നുമില്ല. ഒരു കൊച്ചു കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഒരു പാഴ് കഥ എന്ന് തന്നെ പറയാം. പിന്നെ കുറെ സംഭാഷണങ്ങൾ, ഞാൻ മലയാളമാണ് കണ്ടത്. ഡബ്ബിങ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലെന്ന് തന്നെ പറയാം. ചില ഭാഗത്ത് ബോറാണ്. പിന്നെ സഹിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് അതിലെ തമാശ, കോമഡി എന്നും പറഞ്ഞ് ആരൊക്കെയോ വഴിയെ പോകുന്നവനെല്ലാം കോമഡി പറയുന്ന ഒരു അവസ്ഥ. എത്ര സീരിയസ് സിറ്റുവേഷൻ ആയാലും അതിൻ്റെ ഇടയിൽ ഒരു കോമാളി കാണും.
ഈ കണ്ടവന്മാരെല്ലാം കോമഡി പറഞ്ഞ് അതിലെ നല്ല നല്ല രംഗങ്ങളെ എല്ലാം ഇല്ലാതാക്കി. കോമഡികൾ ഒന്നും നല്ലതല്ല, ചിരി വരുന്ന രീതിയിലുള്ള യാതൊരു സെറ്റപ്പും അതിൻ്റെ ഇല്ല. വളരെ വൃത്തികേട് എന്ന് പറഞ്ഞാൽ സിനിമയെ നശിപ്പിച്ച സംഭവമാണ് അനാവശ്യമായ കോമഡിയുടെ അതിപ്രസരം. അതും ഈ അഭിനയിക്കുന്ന ആളുകൾക്കൊന്നും വലിയ കഴിവൊന്നുമില്ല. അതും കൂടെ പറയുകയാണ്, ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന വ്യക്തികൾക്കൊന്നും പർട്ടിക്കുലർലി ഭയങ്കര കഴിവുള്ളവരൊന്നും ഈ സിനിമയ്ക്ക് അത് അഭിനയിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈവൻ ഋഷഭ് ഷെട്ടി പോലും എല്ലാ ഇമോഷൻസും വരണമല്ലോ, എങ്കിലല്ലേ ഒരു നടൻ ഭയങ്കര നടൻ എന്ന് പറയാൻ പറ്റൂ. പുള്ളിക്കാരൻ നമ്മൾ ഞെട്ടിച്ചിട്ടുണ്ട്, നാഷണൽ അവാർഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, ഓക്കെ ശരിയാണ്. പക്ഷെ ബാക്കി എല്ലാവരും, പിന്നെ ക്യാരക്ടർ പ്ലേസ് ചെയ്തിരിക്കുന്നത്, കാസ്റ്റിംഗ് വളരെ മോശം. നമ്മൾ ജയറാമൊക്കെ അതിൻ്റെ അതുണ്ട്. ജയറാമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. പുള്ളി പറ്റുന്ന, ഇന്നത്തെ ജയറാമിന് പറ്റുന്ന രീതിയിലുള്ള ചെയ്തിട്ടുണ്ട്, അത്രേ പറയാനുള്ളൂ. ബാക്കി വളരെ നല്ല പവറുള്ള പല ക്യാരക്ടേഴ്സും വളരെ വീക്കായിട്ടാണ് തോന്നിയത്. ആരും ആ ക്യാരക്ടറിനെ പറ്റിയ വ്യക്തികളല്ല എന്ന് തോന്നിപ്പോയി. എല്ലാവരും വന്ന് എന്തൊക്കെയൊക്കെ കാണിച്ചിട്ട് പോകുന്നു എന്ന് തോന്നിപ്പോയി. അങ്ങനെ ഒരു സംഭവം. പിന്നെ ഈ സൗണ്ട് മിക്സ് അമിതമാണ്. എനിക്ക് തുടക്കം മുതൽ അവസാനം വരെ സൗണ്ട് റെക്കോർഡിങ്ങിന്റെ കാര്യമാണ് പറഞ്ഞത്, BGM അല്ല, റെക്കോർഡിങ്. എനിക്ക് തിയേറ്ററിൽ തലവേദന എടുക്കുന്ന രീതിയിലുള്ള സൗണ്ടാണ്. തുടക്കം മുതൽ അവസാനം വരെ സിനിമ ഡൗൺ ആവത്തില്ല. തുടക്കം മുതൽ അവസാനം വരെ ഒരൊറ്റ പോക്കാണ്, ബഹളമാണ് സിനിമ മൊത്തം ബഹളം. അതിൽ അവസാനത്തെ ബഹളം ഞാൻ പറയണ്ട. പിന്നെ കാന്താര 1 നമുക്ക് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങളുണ്ട്, ഇതിനെ അതുപോലെ എടുത്ത് സെക്കൻഡിൽ വിട്ടിട്ടുണ്ട്. ഞാൻ പറയണ്ട, നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമായിരിക്കും. ഋഷഭ് ഷെട്ടിയുടെ ചില സ്പെഷ്യൽ പെർഫോമൻസ് ഒക്കെ ഇതിലുമുണ്ട് എന്ന് തന്നെ പറയാം. പക്ഷെ അതുപോലെ വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നി. പക്ഷെ മേക്കിംഗ് ഒക്കെ അതിന്റെ എത്രയോ മുകളിലാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഇനി പ്രത്യേകിച്ച് എന്ത് പറയാനാണ് എന്ന് പറഞ്ഞാൽ, കാന്താര ടോട്ടലി പറഞ്ഞാൽ സാധാരണ വ്യക്തികൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. പിന്നെ ഇതിന്റെ അകത്ത് എന്തൊക്കെയോ ഉണ്ട് എന്നൊരു തോന്നൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ എന്തോ വലിയ മിത്തുകളെയൊക്കെ ബേസ് ചെയ്തുള്ള കാര്യങ്ങളാണ് എന്നൊക്കെ ഉള്ള ഒരു തോന്നലുണ്ടെങ്കിൽ നമുക്ക് വളരെ ഇഷ്ടപ്പെടും. പിന്നെ എല്ലാ പ്രാവശ്യം പോലെ ഋഷഭ് ഷെട്ടി ഇതിലും വിജയിച്ചിരിക്കുകയാണ്. ക്ലൈമാക്സ് കണ്ട് എണീറ്റ് വരുന്ന ഒരു വ്യക്തി ഞെട്ടിത്തെറിച്ച് കൈയടിച്ച് വിസിലടിച്ച് അടിപൊളിയായിട്ട് തന്നെ ഇറങ്ങി വരും. അവർക്കൊരിക്കലും ഒരു ബാഡ് ഇംപ്രഷൻ ഉണ്ടാവത്തില്ല. പക്ഷെ എനിക്ക് തോന്നി ഇതെന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിപ്പോയി. അത് സത്യമായിട്ട് ഞാൻ പറയണേ, എനിക്ക് അത്രയ്ക്ക് അങ്ങ് വർക്കൗട്ട് ആയിട്ടില്ല. വിഷ്വലി ഞാൻ കണ്ടു, അതിൽ പാട്ട് സീനുകളൊക്കെ നല്ലതാണ്. അതിൽ ഒരു സെക്കൻഡ് ഹാഫിൽ ഒരു കൊട്ടാരവുമായി ബന്ധപ്പെട്ട ഒരു പാട്ടൊക്കെ ഉണ്ട്, ഭയങ്കര വിഷ്വലി ഒക്കെ ഭയങ്കര ഞെട്ടലോടെയാണ് ഇരുന്ന് കണ്ടത്. അതൊക്കെ ശരിയാണ്. പക്ഷെ മൊത്തത്തിൽ എനിക്ക് പടം വർക്കൗട്ട് ആയില്ല. ഞാൻ ഇനി ആ സിനിമ കാണത്തില്ല. എനിക്ക് എടുത്തു കാണാൻ പോലും ഒരു സീൻ അതിൻ്റെ അകത്തുണ്ടെന്ന് തോന്നുന്നില്ല. എന്നാൽ എല്ലാം ഉള്ള ഒരു സിനിമ തന്നെയാണ് കാന്താര. ഫാമിലിയായിട്ട് പോയി ധൈര്യമായിട്ട് കാണാം, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. വളരെ ഒരു ഭയങ്കരമായൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ അമിതമായി നിങ്ങൾ വാങ്ങിക്കൊണ്ട് വരും. ദാറ്റ് ഈസ് കാന്താര. ഓക്കെ, ബൈ.